ഇന്ന് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1.5 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ചിക്കൻ പീസായിട്ട് ചേർക്കാം. നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചിക്കൻ എടുക്കുന്നത്. എല്ലായിടത്തും ആയതിനു ശേഷം നമ്മൾ സീൽ ചെയ്ത് രാത്രിയിൽ വെച്ച് അടുത്ത ദിവസം എടുത്ത് നമ്മൾ പൊരിച്ച സവാളയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലെടുക്കുക. നമ്മളിവിടെ 2.5 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഏലക്ക, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ഉപ്പുമാണ്. സോക്ക് ചെയ്ത് വെച്ച അരി ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവും. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് മാറ്റാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് ഇടയ്ക്ക് നിന്ന് തുറന്ന് അതൊന്ന് തിരിച്ച് ഇട്ട് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാവേ. ഇനി റെഡിയായ ചിക്കനിലോട്ട് നമുക്ക് റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിന് മേലെ പൊരിച്ച സവാള നമുക്ക് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. ഇതിന് മേലെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലെടുത്ത് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുറ്റും നമുക്ക് മാവ് ഇതുപോലെ ശരിക്കും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കൊരു പാത്രം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടും ബാക്കി അരമണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടും കുക്ക് ചെയ്താൽ നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിച്ചാൽ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ദം ബിരിയാണി നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.